നിങ്ങളുടെ മാസ വരുമാനം 25,000 രൂപയോ അതിൽ കൂടുതലാണോ? നിങ്ങളൊരു പ്രൈവറ്റ് സ്ഥാപനത്തിലോ ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിലോ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. പക്ഷേ 25,000 രൂപയിൽ കൂടുതലാണ് നിങ്ങളുടെ മാസ വരുമാനമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വർഷത്തെ ആകെ വരുമാനം എന്ന് പറയുന്നത് 3 ലക്ഷം രൂപയിൽ കൂടുതലാണോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ITR ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. ഇനി ആരൊക്കെയാണ് ITR ഫയൽ ചെയ്യേണ്ടത്? ITR എങ്ങനെ ഫയൽ ചെയ്യണം? ITR എന്തിന് ഫയൽ ചെയ്യണം? എന്താണ് ബുദ്ധിമുട്ട് എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ട് നോക്കാം, ആരൊക്കെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 25,000 രൂപയിൽ കൂടുതൽ മാസശമ്പളം വാങ്ങുന്ന എല്ലാവരും നിർബന്ധമായിട്ടും ITR ഫയൽ ചെയ്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ വാർഷിക വരുമാനം എന്ന് പറയുന്നത് 3 ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിലും നിങ്ങൾ ITR ഫയൽ ചെയ്യണം. രണ്ടാമത്, ITR ഫയൽ ചെയ്തു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ടാക്സ് അടയ്ക്കണം എന്നാണോ എന്നൊരു സംശയം ഉണ്ടാവും. അതായത് 25,000 രൂപയാണ് എൻ്റെ ശമ്പളം, അങ്ങനെയാണെങ്കിൽ ഞാൻ ITR ഫയൽ ചെയ്താൽ ഞാൻ ടാക്സ് അടയ്ക്കേണ്ടി വരില്ലേ എന്നൊരു ചോദ്യം ഉണ്ടാവും. ഇല്ല, നിങ്ങളുടെ വാർഷിക വരുമാനം 7 ലക്ഷം രൂപയിൽ താഴെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട? ടാക്സ് അടയ്ക്കേണ്ട. പക്ഷേ എന്ത് ചെയ്യണം? ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. അതായത് നിങ്ങളുടെ വാർഷിക വരുമാനം 3 ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾ ITR ഫയൽ ചെയ്യണം. പക്ഷേ ITR ഫയൽ ചെയ്തു എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. 7 ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനം വന്നാൽ മാത്രമേ എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ? ടാക്സ് അടയ്ക്കേണ്ട ആവശ്യം ഉള്ളൂ. ഇനി അടുത്ത ചോദ്യം, ഇൻകം ടാക്സ് റിട്ടേൺ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എന്താണ് ഒരു നേട്ടം എന്നൊരു സംശയം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ബാങ്കിൽ പോയിട്ട് നമ്മളൊരു ലോണോ മറ്റോ കാര്യങ്ങളൊക്കെ അപേക്ഷിക്കാൻ നേരത്ത് അവർ ആദ്യം ചോദിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ITR സ്റ്റേറ്റ്മെൻറ്റാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ബാങ്ക് ലോണോ മറ്റു ആവശ്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ITR ഫയൽ ചെയ്യണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ സാലറി അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒരു FD ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോക്കിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അവിടുന്ന് റിട്ടേൺസ് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടേണ്ട തുകയിൽ നിന്നൊരു നിശ്ചിത ശതമാനം ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെ TDS എന്നാണ് പറയുന്നത്. സോ നിങ്ങളുടെ സാലറി ആയാലും നിങ്ങളുടെ FD ആയാലും അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ റിട്ടേൺസ് കിട്ടുമ്പോൾ ഒരു നിശ്ചിത ശതമാനം എന്ത് ചെയ്തിട്ടുണ്ട്? ആൾറെഡി അതിൽ നിന്ന് പിടിച്ചിട്ടാണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഈ പിടിച്ചിട്ടുള്ള TDS നിങ്ങൾക്ക് തിരിച്ച് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചിരിക്കുന്ന തുക അധികമാണെങ്കിൽ ആ തുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടും. അടുത്തത്, ഇനി ഇൻകം ടാക്സ് എനിക്ക് ഇതൊന്നും തരണം, എനിക്ക് TDS ഒന്നും ഇല്ല, ഞാൻ എന്തിനാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത്? ഞാൻ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ എന്താണ് കുഴപ്പം? ഇങ്ങനെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഇൻകം ടാക്സ് റിട്ടേണിൻ്റെ സമയപരിധി കഴിഞ്ഞതിന് ശേഷം, അതായത് നാളെയാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതെങ്കിൽ അതിന് ശേഷമാണ് നമ്മൾ ഫയൽ ചെയ്യാൻ പോകുന്നതെങ്കിൽ 5,000 രൂപ വരെ ഫൈൻ അടയ്ക്കേണ്ടതായിട്ട് വരും. രണ്ടാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ നാളെ നമുക്ക് ഇൻകം ടാക്സിൽ നിന്നൊരു നോട്ടീസ് വരണമെന്നില്ല. അടുത്ത വർഷം ഒരു നോട്ടീസ് വരണമെന്ന് നിർബന്ധമില്ല. അതിനടുത്ത വർഷം 3 വർഷം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്നില്ല, നോട്ടീസ് വരണം എന്ന് നിർബന്ധമില്ല. അടുത്ത 5 വർഷത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോട്ടീസ് തരാനായിട്ട് പറ്റും. റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നമുക്ക് 2 ഫോം, ശരിക്കും പറഞ്ഞാൽ 4 ഫോമുകളുണ്ട്. ITR 1, ITR 2, ITR 3, ITR 4 എന്ന് പറഞ്ഞ് 4 കാറ്റഗറി ഫോമുകളുണ്ട്. അതിൽ നമ്മൾ നമ്മുടെ വരുമാനത്തിനനുസരിച്ചിട്ടാണ് ഏത് ഫോമിലാണ് നമ്മൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കണം. സാധാരണ എല്ലാ സാലറീഡ് പേഴ്സണും ഫയൽ ചെയ്യുന്നത് ITR 1 ആണ്. ITR 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 50 ലക്ഷത്തിൽ താഴെ സാലറിയോ അല്ലെങ്കിൽ പെൻഷനോ വരുമാനമുള്ള ആൾക്കാർ ഫയൽ ചെയ്യേണ്ടതാണ് ITR 1 എന്ന് പറയുന്നത്. സോ നമ്മുടെ ബഹുഭൂരിപക്ഷ ആൾക്കാരും ഫയൽ ചെയ്യുന്നത് ITR 1 എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. മിക്കവാറും എല്ലാ ഗവൺമെൻറ് എംപ്ലോയീസും എല്ലാ സർവീസ് പെൻഷനേഴ്സും ഫയൽ ചെയ്യേണ്ടത് ITR 1 എന്ന് പറഞ്ഞിട്ടുള്ള ഫോമാണ്. ഇനി അത് മാത്രമല്ല, സാലറി എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് FD ഉണ്ട്, നിങ്ങൾക്ക് സ്റ്റോക്ക് ഡിവിഡൻഡ് ഉണ്ട്. എനിക്ക് സാലറി ഉണ്ട്, എനിക്ക് FD ഉണ്ട്, എനിക്ക് സ്റ്റോക്ക് ഉണ്ടെന്ന് ഒരാൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് വരുമാനം ഉണ്ടായിക്കോട്ടെ, FDയിൽ നിന്നുള്ള വരുമാനവും സ്റ്റോക്കിൽ നിന്ന് ഉള്ള വരുമാനവും 50 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ നിങ്ങൾ ഫയൽ ചെയ്യേണ്ടത് ITR 1 തന്നെയാണ്. നിങ്ങൾക്കൊരു വീട് മാത്രമേ ഉള്ളെങ്കിൽ നിങ്ങൾ ഫയൽ ചെയ്യേണ്ടത് ITR 1 ആണ്. സോ ITR 1 ആർക്കൊക്കെയാണ്? സാലറിയിൽ നിന്നോ പെൻഷനിൽ നിന്നോ ഉള്ള വരുമാനം 50 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ, FDയിൽ നിന്നോ സ്റ്റോക്ക് ഡിവിഡൻഡിൽ നിന്നുള്ള വരുമാനം 50 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ, നിങ്ങൾക്ക് ഒരു വീട് മാത്രമേ ഉള്ളെങ്കിൽ നിങ്ങൾ ഫയൽ ചെയ്യേണ്ടത് ITR 1 എന്ന് പറഞ്ഞിട്ടുള്ള ഫോമാണ്. ഇനി രണ്ടാമത്തതാണ് ITR 2 എന്ന് പറയുന്നത്. നിങ്ങളുടെ സാലറിയിൽ നിന്നും പെൻഷനിൽ നിന്നുള്ള വരുമാനം എന്ന് പറയുന്നത് 50 ലക്ഷത്തിൽ കൂടുതലാണെങ്കിലാണ് നിങ്ങൾ എന്ത് ഫയൽ ചെയ്യേണ്ടത്? ITR 2 ഫയൽ ചെയ്യേണ്ടത്. നിങ്ങൾക്കിനി FD വരുമാനമോ സ്റ്റോക്ക് ഡിവിഡൻഡ് വരുമാനം എന്നിവ 50 ലക്ഷം രൂപയിൽ കൂടുതലുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ITR 2 ആണ്. ഇനി നിങ്ങൾക്ക് ലോട്ടറി അടിച്ചു,
അല്ലെങ്കിൽ നിങ്ങൾക്ക് കുതിരപ്പന്തയത്തിൽ നിന്ന് കുറച്ച് പൈസ കിട്ടി, അങ്ങനെ വരുമാനം ഉണ്ടെങ്കിൽ നിങ്ങൾ ഫയൽ ചെയ്യേണ്ടത് ITR 2 ആണ്. ഇനി നിങ്ങൾ ക്രിപ്റ്റോ കറൻസിയിൽ ട്രേഡ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഫയൽ ചെയ്യേണ്ടത് ITR 2 ആണ്. ഒന്നിൽ കൂടുതൽ വീടുകളുണ്ടെങ്കിലും നിങ്ങൾ ഫയൽ ചെയ്യേണ്ടത് ITR 2 ആണ്. സാധാരണ എല്ലാവരും ഫയൽ ചെയ്യുന്നത് ITR 1 ആണ്. സോ ITR 1 ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇൻകം ടാക്സിൻ്റെ സൈറ്റിലേക്ക് പോയിട്ട് നിങ്ങളുടെ ആധാർ നമ്പറും പാൻ നമ്പറും ഉപയോഗിച്ചിട്ട് രജിസ്റ്റർ ചെയ്ത് ITR 1 എന്നുള്ള ഫോം എടുത്തിട്ട് ഫില്ല് ചെയ്താലും മതി. പക്ഷേ ITR 2, ITR 3, ITR 4 ആണെങ്കിൽ ഒരു സർട്ടിഫൈഡ് പേഴ്സൺ, ഒരു CAയുടെ സഹായത്തോടുകൂടി ചെയ്യുന്നതായിരിക്കും ഉചിതം. അടുത്തത്, നമ്മൾ ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സംശയം ഉണ്ടാകും. ടാക്സ് 2 റെജീമുണ്ട്, ഓൾഡ് സ്കീം എന്നും ന്യൂ സ്കീം എന്നും പറഞ്ഞ് 2 സ്കീമുകളുണ്ട്. നമ്മൾ സാധാരണ ഇൻകം ടാക്സിൻ്റെ സൈറ്റിൽ കയറി നമ്മൾ ITR ഫയൽ ചെയ്യുന്ന സമയത്ത് അവിടെ ഡിഫോൾട്ടായിട്ട്, അത് ഓട്ടോമാറ്റിക്കായിട്ട് കിടക്കുന്ന സ്കീം എന്ന് പറയുന്നത് ന്യൂ സ്കീം ആയിരിക്കും. ദെൻ ഓൾഡ് സ്കീം വേണമെങ്കിൽ നമ്മളത് മാറ്റി കൊടുക്കണം. ഇനി ഓൾഡ് സ്കീമാണോ ന്യൂ സ്കീമാണോ ഏതാണ് ഞാൻ എടുക്കേണ്ടതെന്ന് പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇത്രയും കാര്യങ്ങളുള്ളൂ. നിങ്ങൾക്ക് ടാക്സ് സേവിങ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ കുറേ ഉണ്ടോ? അതായത് LIC പോലുള്ളത്, PFലെ ഇൻവെസ്റ്റ്മെൻറ്റ്, അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നിങ്ങൾക്ക് കുറേ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഹൗസ് ലോൺ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ സ്വന്തം പേരിൽ നിങ്ങൾക്ക് ഹൗസ് ലോൺ ഉണ്ട്, അതിൻ്റെ റിക്കവറി നിങ്ങൾ അടച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അതുപോലെ ടാക്സ് സേവിങ് ഡൊണേഷൻസ്, അതായത് ചീഫ് മിനിസ്റ്ററുടെയും പ്രൈം മിനിസ്റ്ററുടെയും ഒക്കെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നിങ്ങൾ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓൾഡ് റെജീം ചൂസ് ചെയ്യുന്നതായിരിക്കും ഉചിതം. കാരണം ഓൾഡ് റെജീമിൽ ഈ ഇനത്തിലൊക്കെ നിങ്ങൾ ചിലവാക്കിയ തുക നിങ്ങളുടെ ടാക്സബിൾ ഇൻകത്തിൽ നിന്ന് കുറച്ചതിന് ശേഷമാണ് ടാക്സ് കണക്കാക്കുന്നത്. അതായത് നിങ്ങൾക്ക് 7 ലക്ഷം രൂപ 10 ലക്ഷം രൂപ ടാക്സബിൾ ഇൻകം ഉണ്ടെന്ന് വിചാരിക്കുക. ഈ കാറ്റഗറിയിലെല്ലാം കൂടെ ഒരു 3 ലക്ഷം രൂപ ചിലവുണ്ടെങ്കിൽ ആ 10ൽ നിന്ന് ഈ 3 കുറച്ചിട്ട് 7 ലക്ഷമാണ് നിങ്ങളുടെ ടാക്സബിൾ ഇൻകം ആയിട്ട് കണക്കാക്കുന്നത്. ഇത് ഞാൻ റഫായിട്ടൊന്ന് പറഞ്ഞതാണ്, സിമ്പിളായിട്ട് മനസ്സിലാൻ വേണ്ടി പറഞ്ഞതാണ്. സോ നിങ്ങൾക്ക് ഈ രീതിയിൽ, അതായത് ടാക്സ് സേവിങ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഉണ്ടെങ്കിലോ, ഹൗസിംഗ് ലോൺ ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ ടാക്സ് സേവിങ് ഡൊണേഷൻസ് ഉണ്ടെങ്കിലോ, ഇൻഷുറൻസ് ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് ഓൾഡ് റെജീം ചൂസ് ചെയ്യാം. ഇങ്ങനെയുള്ള ഡിഡക്ഷൻസ്, ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നിങ്ങൾക്ക് ഇല്ല എങ്കിൽ നിങ്ങൾ ന്യൂ റെജീം ചൂസ് ചെയ്യുന്നതായിരിക്കും ഉചിതം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നാളെ 15/9/2025 അതിന് മുമ്പ് തന്നെ എല്ലാവരും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. താങ്ക് യു.